ഇപ്പോൾ അവിടെ ദൃക്സാക്ഷിയായിട്ടുള്ള ആ സംഭവ സ്ഥലത്ത് നിന്ന് മഹ്മൂദ് എന്ന ആൾ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ മഹ്മൂദ്, എപ്പോൾ മുതലാണ് ഈ തീ കത്തി തുടങ്ങിയത്? ഇത് എവിടെ നിന്നാണ് തീ പടർന്നത് എന്നൊക്കെ നിങ്ങൾ കണ്ടോ? എന്താണിപ്പോൾ പങ്കുവയ്ക്കാനുള്ള വിവരങ്ങൾ മഹ്മൂദ്? ഏകദേശം 3 മണിക്കൂർ മുമ്പേ തുടങ്ങിയിരുന്നു. ഒരു ചെരുപ്പ് ഷോപ്പിന്റെ സൈഡിൽ നിന്നാണ് ആരംഭിച്ചത്. ഷോർട്ട് സർക്യൂട്ട് ആണെന്ന് സംശയം. പക്ഷെ ഒരു ബിൽഡിംഗ് 10-100ഓളം ബിൽഡിംഗ് ഷോപ്പുകളൊക്കെ ഉള്ളതാണ്. ഈ കളിപ്പാട്ടക്കടയിലാണോ തീ പിടിച്ചത് ആദ്യം? കളിപ്പാട്ടക്കടയിലാണോ തീ പടർന്നത്? ചെരുപ്പ് കട. ഓക്കെ. അവിടുന്നാണ് തുടങ്ങിയത്. അവിടെ തന്നെ ഷാലിമാർ എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രോസറി കടയുണ്ട്. ആ ഗ്രോസറി കട, ഒരു ഹോട്ടല്, ഒരുപാട് ഹോട്ടലുണ്ട്, ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, ഒരു ഫൺ സിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു ഫാൻസി കട ഉണ്ട്. അത് തുടങ്ങി ഒരുപാട് കടകളുള്ള 10-100ഓളം കടകളുടെ ഒരു കോംപ്ലക്സ് ആണ്. തളിപ്പറമ്പ് ചരിത്രത്തിൽ ഒരു ഇതുവരെ കണ്ടിട്ടില്ലാത്ത വലിയ സംഭവമാണ്. മുഹമ്മദ്, ഈ കോംപ്ലക്സിനകത്തെ എല്ലാ കടകളിലും തീ പിടിച്ചിട്ടുണ്ടോ? ഒരു മുക്കാൽ ഭാഗം കടകളിലും തീ പിടിച്ചിട്ടുണ്ട്. മുക്കാൽ ഭാഗവും അല്ലേ? എത്ര കടകൾ വരും ഈ രീതിയിൽ? എത്ര കടകൾ കത്തിക്കാണുമെന്നാണ് കരുതുന്നത്? 100ഓളം കടകളുണ്ട്. കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടം ഉണ്ടാവും. ഫയർഫോഴ്സുകളുണ്ട്, കുറെ ഫയർഫോഴ്സ്. കണ്ണൂർ ജില്ലയിലെ എല്ലാ യൂണിറ്റുകളിൽ നിന്ന് ഫയർഫോഴ്സ് വന്നിട്ടുണ്ട്. എസ്.പിയും പോലീസും ഫയർഫോഴ്സ് അധികൃതരും തഹസിൽദാറും തുടങ്ങി രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എല്ലാവരും സജീവമായ ഇടപെടലുണ്ട്. നാട്ടുകാരുടെയും അതുപോലെ തന്നെ വ്യാപാരി വ്യവസായികളുടെ അങ്ങനെ എല്ലാ യുവന സംഘടനകളുടെ എല്ലാവരുടെയും സഹായത്തോടു കൂടിയിട്ടാണ് ഈ കേന്ദ്രവിധമാണ് നോക്കുന്നത്. പക്ഷെ കേന്ദ്രവിധമായിട്ടില്ല. ഈ തീ പടർന്ന് എത്ര സമയത്തിനകം അവിടെ ഫയർഫോഴ്സ് ഒക്കെ എത്തി? കറക്റ്റ് സമയത്തിന് എത്തിയോ? തളിപ്പറമ്പ് തന്നെ ഫയർഫോഴ്സ് ഉള്ളതുകൊണ്ട് കറക്റ്റ് 2 വണ്ടി അപ്പോൾ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ തീയാണല്ലോ. മറ്റു പയ്യന്നൂരിൽ നിന്നും കണ്ണൂരിൽ നിന്നും മട്ടന്നൂരിൽ നിന്നൊക്കെയാണ് ഏകദേശം 40-25 കിലോമീറ്റർ ദൂരെ നിന്നാണ് വരേണ്ടത്. ആ സമയത്തിനകം അവരെത്തിയിട്ടുണ്ട്. എപ്പോഴേക്ക് തീ അണച്ചു തുടങ്ങാൻ പറ്റിയിട്ടുണ്ട് അവിടെ? അപ്പൊ തീ പിടിച്ചൊരു 1/4 മണിക്കൂർ കൊണ്ട് തന്നെ ഫയർഫോഴ്സ് എത്തി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. 1/2 മണിക്കൂർ കൊണ്ട് തന്നെ. പക്ഷെ ഇന്നലെ തളിപ്പറമ്പിൽ 2 വണ്ടി മാത്രമേ വന്നിട്ടുള്ളൂ. പിന്നീടാണ് കണ്ണൂരിൽ നിന്നും പയ്യന്നൂരിൽ നിന്നും മട്ടന്നൂരിൽ നിന്നൊക്കെ വാഹനങ്ങൾ വന്നത്. പിന്നെ ഇവിടുത്തെ സെൽഫായിട്ടുള്ള പ്രൈവറ്റ് ആയിട്ടുള്ള വാട്ടർ സപ്ലൈ ചെയ്യുന്ന വണ്ടി, അവരുടെ വണ്ടിയും ഉണ്ട്. എല്ലാവരും കൂടി ഒത്തൊരുമിച്ചുകൊണ്ട് അതിന്റെ ഒരു വലിയ ശ്രമത്തിലാണുള്ളത്. നിയന്ത്രണവിധമായിട്ടില്ല. ശരി മഹ്മൂദ്, നന്ദി. ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. മഹ്മൂദ് അലക്കുളം എന്ന് പറയുന്ന ഇവിടുത്തെ പ്രദേശത്തുള്ള ഒരാളാണ് നമ്മളോട് സംസാരിച്ചത്.